29 വകുപ്പുണ്ടായിരുന്നു പിണറായി വിജയൻ്റെ കയ്യിൽ. 29 വകുപ്പ്. IT വേറെ മന്ത്രിമാരുടെ കയ്യിലായിരുന്നു. എന്തിനാ IT എടുത്തു വെച്ചത്? അഴിമതി നടത്താൻ വേണ്ടിയിട്ടാണ്. IT വ്യവസായ വകുപ്പിൻ്റെ കൂടെ കൊടുക്കേണ്ട IT എടുത്ത് പിണറായി വിജയൻ കയ്യിൽ വെച്ചത് ഞാൻ ചോദിക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാണെന്ന്. ആർക്ക് വേണ്ടിയിട്ടായിരുന്നു IT എടുത്ത് വെച്ചത്? എൻ്റെ മറു ചോദ്യമാണ്. ആരുടെയെങ്കിലും നിന്നും കൈനീട്ടി മേടിക്കാൻ വേണ്ടിയിട്ടാണ് IT വെച്ചത്? അല്ല ആരെങ്കിലും സഹായിക്കാൻ വേണ്ടിയിട്ടാണ് IT വെച്ചത്? എൻ്റെ മറു ചോദ്യം. അതിന് മറുപടി പറയട്ടെ. IT എന്തിനാ കയ്യിൽ വെച്ചത്? എന്തിനാ IT കയ്യിൽ വെച്ചത് പിണറായി വിജയൻ? നമ്മളെ കൊണ്ട് പറയിപ്പിക്കല്ലേ. ഈ അദാനി പോർട്ട് MSCയുമായി 1 വർഷമായി ചർച്ച നടത്തിക്കൊണ്ടിരിക്കുക. ആദ്യം അറിയുന്ന ആർക്കാണ്? ജൂൺ 5 2026 ദേശാഭിമാനി പത്രം. വിഴിഞ്ഞത്ത് വരും MSC ടെർമിനൽ. ഓഹരി വാങ്ങാനുള്ള ചർച്ച വേഗത്തിലാക്കി. ജൂൺ 5. ദേശാഭിമാനിയുടെ സോഴ്സ് എന്താണ്? ഗവൺമെൻറ്റാണ് ദേശാഭിമാനിയുടെ സോഴ്സ്. ആ കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ആ കഴിഞ്ഞ ഗവൺമെൻറ്റിന് നേതൃത്വം കൊടുത്ത ആളുകളാണ് ദേശാഭിമാനിയുടെ സോഴ്സ്. നിങ്ങൾക്ക് ഒരു മാധ്യമങ്ങൾക്കും കിട്ടാത്ത വാർത്ത വിഴിഞ്ഞത്ത് വരും. ഞാനിപ്പോഴാണ് കാണുന്നത്, ഇന്നലെയാണ് കാണുന്നത്. വിഴിഞ്ഞത്ത് വരും MSC ടെർമിനൽ. ഓഹരി വാങ്ങാനുള്ള ചർച്ച വേഗത്തിലാക്കി. ഈ കല്ലുവെച്ച നുണ സത്യമെന്ന മട്ടിൽ അവതരിപ്പിക്കാനുള്ള അസാധാരണ സിദ്ധി നമ്മുടെ മുഖ്യമന്ത്രിക്ക് ഉണ്ടെന്ന് നേരത്തെ പറയുകയുണ്ടായി. പക്ഷേ എല്ലാവരും പഠിച്ച് പറയുന്ന ആൾ എന്ന് സ്വയം പറയുകയും എല്ലാവരും പറയിപ്പിക്കുകയും ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴെങ്കിലും പറയുന്ന കാര്യങ്ങളുടെ ആധികാരികത ഉറപ്പുവരുത്താനുള്ള പ്രാഥമികമായ ഉത്തരവാദിത്വം ഭരണഘടനാപരമായി തന്നെയുണ്ട്. നേരത്തെ ഇരുന്ന കസേരയ്ക്കകത്തല്ല അദ്ദേഹം ഇരിക്കുന്നത്. ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തിന് ചേർന്ന പ്രതികരണമായിരുന്നില്ല ഇന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് നടത്തിയത്. അദ്ദേഹം നിങ്ങളെ തന്നെ വെല്ലുവിളിച്ചിട്ടുണ്ടായി. ദേശാഭിമാനി 5-ാം തീയതി വാർത്ത വിട്ടു. നിങ്ങൾക്ക് ആർക്കും കിട്ടിയില്ല. എവിടെ നിന്നാണ് ദേശാഭിമാനിയുടെ സോഴ്സ്? ദേശാഭിമാനിയുടെ സോഴ്സ് ഗവൺമെൻറ്റാണ്. അപ്പോൾ 5-ാം തീയതി ജൂൺ 5 കിട്ടി. അതിൻ്റെ അർത്ഥം ഗവൺമെൻറ് അപ്പോൾ മുഖ്യമന്ത്രി ദേശാഭിമാനി മാത്രമേ വായിക്കുന്നു എന്നറിയുന്നതിൽ ഏറെ സന്തോഷമുണ്ട്. ഇപ്പോൾ നിങ്ങൾ നോക്കൂ, ഇത് അതിന് മുൻപ് ജൂൺ 3 വന്ന മാതൃഭൂമി പത്രമാണ്. ജൂൺ 3-ാം തീയതി വന്ന മാതൃഭൂമി പത്രമാണ്. അപ്പോൾ ഈ മാതൃഭൂമി പത്രത്തിൽ അദാനി കമ്പനിയിൽ MSCക്ക് ഓഹരി പങ്കാളിത്തം പരിഗണനയിൽ, ഈ വാർത്ത ജൂൺ 3 മാതൃഭൂമി പത്രത്തിൽ വന്നിട്ടുണ്ട്. ആദ്യം അറിയുന്ന ആർക്കാണ്? ജൂൺ 5 2026 ദേശാഭിമാനി പത്രം. അതിന് മുൻപ് അതിൻ്റെയും സോഴ്സ് അപ്പോൾ ഗവൺമെൻറ് ആണോ അതിൻ്റെ സോഴ്സ്? അന്നത്തെ ഗവൺമെൻറ്. അതിന് മുൻപ് ജൂൺ 1 തന്നെ ET എക്കണോമിക് ടൈംസിൻ്റെ ഇൻഫ്രയിൽ ജൂൺ 1 തന്നെ ഈ വാർത്ത വളരെ വിശദമായി വന്നു കഴിഞ്ഞിട്ടുണ്ട്. 5 2026 ദേശാഭിമാനി പത്രം. അപ്പോൾ വളരെ അടിസ്ഥാനരഹിതമായ കാര്യം കഴിഞ്ഞ ഗവൺമെൻറ് എന്തോ ചെയ്തു വെച്ചു, അത് ദേശാഭിമാനിയിൽ മാത്രം വന്നു. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയും നിങ്ങളുടെ വെല്ലുവിളിക്കുന്നതൊക്കെ നിങ്ങൾ കാണുകയുണ്ടായല്ലോ. മറ്റാർക്കും കിട്ടിയില്ലല്ലോ. അപ്പോൾ നിങ്ങളാരും സ്വാഭാവികമായിട്ടും പെട്ടെന്ന് നോക്കുന്നത് ഇത് ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ അതിനുശേഷം ഞാൻ നോക്കുമ്പോൾ ഇതെല്ലാ പത്രങ്ങളിലും നേരത്തെ വന്നു കഴിഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത് ആ രൂപത്തിൽ അവതരിപ്പിച്ചത് എന്തിനു വേണ്ടിയാണ്? 2, ഓഹരി കൈമാറ്റത്തിലുള്ള വ്യവസ്ഥകൾ കൺസെഷൻ കരാറിനകത്തുണ്ടല്ലോ, കരാറിനകത്ത് തന്നെ ഉണ്ട്. അപ്പോൾ ഓഹരി കൈമാറ്റത്തിനുള്ള വ്യവസ്ഥകൾ നിലനിൽക്കുന്നതിനെ സംബന്ധിച്ചല്ലല്ലോ തർക്കം. ഓഹരി കൈമാറ്റത്തിൻ്റെ കരാറിൽ ഏർപ്പെടുന്നതിന് മുൻപ് പ്രയർ പെർമിഷൻ എന്നാണ് 5(3) പറയുന്നത്. പ്രയർ പെർമിഷൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം വായിക്കുന്ന ആളാണല്ലോ. മുൻകൂട്ടി അനുമതി വേണമെന്നാണ് അതിൻ്റെ ലളിതമായ മലയാളം. അപ്പോൾ മുൻകൂട്ടി അനുമതി ഉണ്ടോ? അപ്പോൾ അദ്ദേഹം അവർ കൊടുക്കാൻ ആലോചിക്കുന്നുള്ളൂ, ബാക്കി കാര്യങ്ങളെ വരുന്നുള്ളൂ. എന്നാൽ ഇതിൽ പറയുന്നത് the date on which the agreement for sale has been entered into ജൂൺ 29 2026. ഇത് അദാനി സെബിക്ക് കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ജൂൺ 29 2026 ഡേറ്റ് ഓൺ വിച്ച് ദ എഗ്രിമെന്റ് ഫോർ സെയിൽ ഹാസ് ബീൻ എൻറ്റഡ് ഇൻ ടു. അപ്പോൾ 29 ഒപ്പുവെച്ചു എഗ്രിമെന്റിൽ. 30 ഇത് സെബിക്ക് കൊടുക്കുന്നത്. എന്നാൽ സ്വാഭാവികമായിട്ട് നിയമാനുസൃതമായിട്ടുള്ള അനുമതി വേണമെന്ന് അവർ സൂചിപ്പിക്കേണ്ടി വരും. പക്ഷേ പ്രയർ പെർമിഷൻ ഉണ്ടോ? ഒരു എഗ്രിമെന്റിൽ ഏർപ്പെടുന്നതിന് മുമ്പ് പ്രയർ പെർമിഷനിൽ വരാത്തതാണ് പ്രശ്നം. അല്ലാതെ കരാറിൽ ഇവർക്ക് കൊടുക്കാതിരിക്കാൻ വ്യവസ്ഥയുണ്ടോ? കരാർ കൈമാറ്റം ചെയ്യാതിരിക്കാൻ പാടോ? ഇതെല്ലാം നിലവിൽ കേരളത്തിനകത്തുള്ള കരാറിൽ രാജ്യത്തെ നിയമത്തിനനുസരിച്ച് UDF കാലത്തുണ്ടാക്കിയ കരാറുള്ള വ്യവസ്ഥ തന്നെയാണ്. ഇവർക്ക് പുതുതായി കൊടുക്കും. അപ്പോൾ ആ ചർച്ചകൾ നടന്നതായിട്ട് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. എപ്പോഴാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്? ജൂൺ മാസത്തിൽ തന്നെയാണ്. അദ്ദേഹം പറഞ്ഞ MSCയുടെ അവർ വിഴിഞ്ഞം കോൺക്ലേവിൽ വന്നിരുന്നു. വിഴിഞ്ഞം കോൺക്ലേവ് വിഴിഞ്ഞത്തിൻ്റെ അനുബന്ധ വ്യവസായങ്ങൾ ആരംഭിക്കുന്നതിന് വേണ്ടി നടത്തിയതാണ്. ലോജിസ്റ്റിക് പാർക്ക്, മറ്റു കാര്യങ്ങളെല്ലാം വേണം. ഇനി അദാനി ഗ്രൂപ്പിന് 25% മുകളിൽ ഓഹരി കൈമാറ്റം ചെയ്യുന്നതിന് കൺസെഷൻ നിലവിലുള്ള കരാറിനകത്ത് വ്യവസ്ഥയുണ്ട്. ആ വ്യവസ്ഥയിൽ വളരെ സ്പെസിഫിക് ആയിട്ട് പ്രയർ പെർമിഷൻ എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ അത് ഞങ്ങൾ അറിയിച്ചില്ല എന്നാണ് മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്കിൽ വന്നിട്ടുള്ളതിൽ. അറിയിക്കാതെ നിങ്ങൾ ഈ കരാറിൽ ഏർപ്പെട്ടതിൽ അസംതൃപ്തി രേഖപ്പെടുത്തുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതാണ് മറുപടി പറയേണ്ടത്. പിന്നെ അദ്ദേഹം പറഞ്ഞു ഞങ്ങളുടെ MD വന്നത് 28-ാം തീയതി അല്ലേ? MD അല്ലല്ലോ,
മെയ് 18 ഒരു ഗവൺമെന്റ് വന്നു പുതുതായിട്ട്. മെയ് 4 റിസൾട്ട് വന്നു. അതിനുശേഷം ഉണ്ടായ കാര്യങ്ങളെക്കുറിച്ചാണ് ദുരൂഹത ആരോപിക്കപ്പെട്ടത്. അത് സംബന്ധിച്ച് ഇപ്പോഴും അദ്ദേഹം വ്യക്തത വരുത്തിയിട്ടില്ല. അപ്പോൾ അത് ഒന്നാമത്തെ കാര്യം. അപ്പോൾ പൂർണ്ണമായിട്ടും വസ്തുതാവിരുദ്ധമാണെന്ന് ഏതൊരാൾക്കും ഇന്റർനെറ്റ് തപ്പിയാൽ 5 മിനിറ്റ് കൊണ്ട് വരെ കിട്ടാവുന്നൊരു കാര്യം മുഖ്യമന്ത്രി കസേര എന്ന ഭരണഘടനാ പദവിക്കകത്തിരുന്ന് ആധികാരികമെന്ന മട്ടിൽ ഇതുപോലെ വെല്ലുവിളിച്ച് ഒരു മുഖ്യമന്ത്രി പറയാമോ? അദ്ദേഹം മുഖ്യമന്ത്രിയാകണം. പ്രതിപക്ഷ നേതാവിൻ്റെ ശരീരഭാഷയും വെല്ലുവിളികളുമല്ല വേണ്ടത്, മുഖ്യമന്ത്രിയാകണം. ഇവനാണ് മറുപടി പറയേണ്ടത്. എങ്ങനെ പ്രയർ പെർമിഷൻ ഉണ്ടോ? കാരണം എഗ്രിമെന്റിലേക്ക് ഒപ്പിട്ടു എന്നവർ കൊടുത്തിട്ടില്ലേ? നിങ്ങൾ ഈ വ്യവസ്ഥകൾ എന്തെല്ലാം കൊണ്ടുവരും. അല്ലാതെ ഓഹരി കൈമാറ്റത്തെക്കുറിച്ച് തർക്കമില്ല, അത് നിയമപരമായിട്ട് കരാറിനകത്തുണ്ട്. ആ കരാർ ഏർപ്പെടുമ്പോൾ പ്രയർ പെർമിഷൻ എന്തിനാ ക്ലോസ് വെച്ചിരിക്കുന്നത്? സംസ്ഥാനത്തിന്റെ താല്പര്യം പൂർണ്ണമായും സംരക്ഷിക്കപ്പെടണം. അപ്പം അത് സംരക്ഷിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ അദ്ദേഹം വസ്തുതയെ നേരെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി പൂർണ്ണമായും പ്രസക്തമല്ലാത്ത ഏതെങ്കിലും കാര്യം ഉന്നയിക്കുക, താർക്കിക ബുദ്ധി വളരെ ശക്തമായി പ്രയോഗിക്കാൻ ശ്രമിക്കുന്ന ഒരു രീതിശാസ്ത്രം നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിക്കുണ്ട്. പ്രതിപക്ഷ നേതാവാകുമ്പോൾ കൊണ്ടതൊക്കെ അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ അന്ന് പറഞ്ഞൊന്നും വസ്തുതയ്ക്ക് നിൽക്കാത്തതാണ്, ഇപ്പോൾ അതും ഞങ്ങൾ ചെയ്യാൻ ബാധ്യസ്ഥരല്ല എന്ന് അവരുടെ മന്ത്രിമാർ ഒറ്റയ്ക്ക് ഒന്നിച്ചുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ മുഖ്യമന്ത്രി ആകണ്ടേ? അപ്പോൾ ഡയറക്ടർ മാറിയല്ലോ നല്ല പ്രശ്നം, അത് ചെറിയൊരു ഭാഗം മാത്രമാണ്. ഗവൺമെന്റ് മാറി, അല്ല ഡയറക്ടർക്ക് തീരുമാനം എടുക്കാൻ പറ്റൂ. അത് പ്രായോഗികമായ ചില കാര്യങ്ങൾ മാത്രം. 2, അദ്ദേഹം പറഞ്ഞു പിണറായി വിജയൻ എത്ര വകുപ്പ് കൈകാര്യം ചെയ്തു? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. IT എന്തിനാ പിണറായി കയ്യിൽ വെച്ചത്? ഇതല്ലേ പറഞ്ഞത്. ഞങ്ങളുടെ കഴിഞ്ഞ ഗവൺമെന്റ് 2006-11 അന്ന് വ്യവസായ വകുപ്പ് മന്ത്രി എളമരം കരീം, അന്നത്തെ IT മന്ത്രി ആരാ? കൊച്ചുകുട്ടികൾക്ക് അറിയാലോ, നമ്മുടെ VS അല്ലേ IT മന്ത്രി VS അല്ലേ? ഇനി ഞാൻ ക്രോസ് ചെക്ക് ചെയ്തിട്ടില്ല, കേരളത്തിൽ ആദ്യമായിട്ട് IT ഡിപ്പാർട്ട്മെന്റ് വരുന്നത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നായനാർ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ്. 96-2001 98 മറ്റാണ് ആദ്യമായിട്ട് IT ഡിപ്പാർട്ട്മെന്റ് വരുന്നത്. അത് മുഖ്യമന്ത്രി എന്ന നിലയിൽ നായനാർ തന്നെ ആയിരുന്നു ആ ചുമതല വഹിച്ചതാണ് എൻ്റെ ഓർമ്മ. ഞാൻ ക്രോസ് ചെക്ക് ചെയ്തിട്ടുള്ള പറയുന്നത് ആദ്യത്തെ ഗവൺമെന്റിന്റെ. പക്ഷെ 2006 ഗവൺമെന്റ് 11 ഗവൺമെന്റ് എല്ലാവർക്കും അറിയാലോ. അതിനകത്ത് പിണറായി വിജയൻ എന്താ പ്രത്യേകമായിട്ട് ഇപ്പോൾ നേരത്തെ വ്യവസായ വകുപ്പിന്റെ കയ്യിലിരുന്നൊരു വകുപ്പ് നേരെ എനിക്ക് വേണം എന്ന് പറഞ്ഞിട്ട് പിണറായി എടുത്തിട്ട് ആ വകുപ്പ് കൈവച്ചു, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് എന്നാണോ ഒരു മുഖ്യമന്ത്രി പറയേണ്ടത്? വിവരങ്ങൾ നോക്കണ്ടേ? താൻ പറയുന്നത് മുഖ്യമന്ത്രിയാണെന്ന് അറിയണ്ടേ? ഏതെങ്കിലും ഒരു രാഷ്ട്രീയ MLA അല്ലെങ്കിൽ അവർ പോലും ഉത്തരവാദിത്വം ഉണ്ടാവും, ജനപ്രതിനിധികളല്ലേ. മുഖ്യമന്ത്രി പറയുമ്പോൾ ഓരോ വാക്കും ഉറപ്പിക്കണ്ടേ? അപ്പോൾ പിണറായി വിജയൻ ആദ്യമായിട്ടാണ് LDF ഗവൺമെന്റ് കാഴ്ചപ്പാടതായിരുന്നു, അത് തുടർന്നു. പിന്നെ അദ്ദേഹം പറഞ്ഞു പിണറായിക്ക് എന്താ ഇത്രയും വകുപ്പ് ഉണ്ടായല്ലോ. വകുപ്പുകളുടെ പ്രാധാന്യം മുഖ്യമന്ത്രിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. നമ്മുടെ ഭരണനിർവഹണ റൂൾസ് ഓഫ് ബിസിനസ് മുഖ്യമന്ത്രി വായിച്ചിട്ടുണ്ടാവുമല്ലോ. നമ്മുടെ ഭരണ സംവിധാനത്തിനകത്ത് 3 സ്വയംഭരണ സംവിധാനമായ വകുപ്പുകളുണ്ട്. 1 ഫിനാൻസ്, 2 നിയമം, 3 പൊതുഭരണം. ഫിനാൻസിലേക്ക് ഇപ്പോൾ നിയമവകുപ്പ് നേരെ PSC നിയമനാണ്, ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ്. അപ്പോൾ ഇൻഡസ്ട്രി അങ്ങനെയല്ല, അല്ലെങ്കിൽ അഗ്രികൾച്ചർ അങ്ങനെയല്ല, എഡ്യൂക്കേഷൻ അങ്ങനെയല്ല, പവർ അങ്ങനെയല്ല, ലേബർ അങ്ങനെയല്ല, സെക്രട്ടേറിയറ്റ് സ്റ്റാഫിനെയാണ് വയ്ക്കുന്നത്. നിയമവകുപ്പ് നേരെയാണ്, ധനവകുപ്പിലേക്ക് നേരെ എടുക്കുന്നുണ്ട്. പിന്നെ ഏത് വകുപ്പിൽ ആരിരിക്കണം എന്ന് തീരുമാനിക്കുന്നത് മറ്റ് വകുപ്പുകളെ സംബന്ധിച്ച് ഒറ്റ വകുപ്പുള്ളൂ, അത് പൊതുഭരണമാണ്. സാധാരണ മുഖ്യമന്ത്രിമാർ കയ്യിൽ വയ്ക്കും, കാരണം എല്ലാ വകുപ്പുകളുടെ ഏകോപനത്തിന്റെ വകുപ്പാണ്. പക്ഷെ ധനകാര്യത്തിൽ ഏത് പുതിയ കാര്യങ്ങൾ വന്നാലും സാമ്പത്തികമായി ബാധ്യതയുണ്ടോ എന്ന് പരിശോധിക്കാനായി നമ്മുടെ ഭരണ സംവിധാനത്തിൽ ഭരണഘടനാനുസൃതമായി തന്നെയുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള വകുപ്പാണ് ധനവകുപ്പ്. 2 കരാറുകൾ സംബന്ധിച്ച്, പുതിയ നിയമത്തെ സംബന്ധിച്ച്, ഏത് കാര്യങ്ങളെ സംബന്ധിച്ച് നിയമപരമായിട്ടുള്ള അഡ്വൈസ് നൽകേണ്ടത് അത് ചെയ്യേണ്ട വകുപ്പ് സ്വയംഭരണ സ്വഭാവമുള്ള വകുപ്പാണ് നിയമവകുപ്പ്. ഇതാണ് 2 പ്രധാന വകുപ്പുകൾ. പിന്നെ പൊതുഭരണം. ഇത് 3ഉം ഒന്നിച്ച് കയ്യിൽ വയ്ക്കുമ്പോൾ അപകടമാണ് ഞങ്ങൾ സൂചിപ്പിച്ചത്. ഒരൊറ്റ തുറമുഖം സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രി എടുക്കുന്നു. തുറമുഖം എടുക്കുമ്പോൾ തുറമുഖത്തിന്റെ അധിക ബാധ്യത കരാറിനകത്ത് നിയമപരമായി നിൽക്കുമോ എന്ന് അദ്ദേഹം തന്നെ പരിശോധിക്കുന്നു. ധനപരമായി സംസ്ഥാനത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമോ എന്ന് അദ്ദേഹം തന്നെ പരിശോധിക്കുന്നു. അത് പരിശോധിക്കേണ്ട താഴെയുള്ള ഉദ്യോഗസ്ഥരെ അദ്ദേഹം തന്നെ നിയോഗിക്കുന്നു. ഇതാണ് ഒരു ക്രോസ് ചെക്കിംഗ് മെക്കാനിസം ഭരണ സംവിധാനത്തിനകത്ത് ഉണ്ടാകണം. കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റിയുടെ പ്രാഥമികമായ പാഠം എന്ന നിലയിലാണ് നമ്മുടെ റൂൾസ് ഓഫ് ബിസിനസ് അങ്ങനെ വിഭാവനം ചെയ്തിട്ടുള്ളത്. അതിലേറ്റവും കീ പോസ്റ്റുകൾ 3ഉം കീ മിനിസ്ട്രി പോർട്ട്ഫോളിയോ 3ഉം കയ്യിൽ വയ്ക്കും അതിന്റെ പ്രത്യാഘാതമാണ്. അല്ലാതെ ഏതൊക്കെ വകുപ്പ് കയ്യിൽ വെച്ചാലും ഈ പ്രശ്നമില്ല. ഇപ്പൊ ഇൻഡസ്ട്രി, അഗ്രികൾച്ചർ, ലേബർ ഒരാൾ കയ്യിൽ വെച്ചു ഒരു പ്രശ്നമില്ല. കാരണം അതെല്ലാം ഇപ്പൊ ഇൻഡസ്ട്രി കൈവയ്ക്കുന്ന ഞാൻ ധനകാര്യമാണെങ്കിൽ ധനകാര്യത്തിലേക്ക് അയക്കണം, ഇനി അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് അയക്കണം. ഏത് വകുപ്പാണെങ്കിലും അവസാനം മുഖ്യമന്ത്രി കാണണം, നയപരമായ കാര്യങ്ങളാണെങ്കിൽ. അപ്പൊ അതെല്ലാം ഒറ്റാളിലേക്ക് കേന്ദ്രീകരിക്കുന്നു. ആ പ്രശ്നം പറയുമ്പോൾ അതെല്ലാം മറുപടി പറയേണ്ടത് എല്ലാവരും കൂടി സമ്മതിച്ചു. അപ്പൊ അവർ സമ്മതിക്കുമ്പോൾ പഠിച്ച കാര്യങ്ങൾ പറയുന്ന ആളെന്ന നിലയിൽ ഭരണ നിർവഹണത്തിൽ ഇങ്ങനെ ക്രോസ് ചെക്കിന്റെ ബാലൻസിങ് മെക്കാനിസം നഷ്ടപ്പെടും. അതുകൊണ്ട് ഞാൻ തന്നെ ഈ 3 സ്വയംഭരണ സംവിധാനം കൈകാര്യം തെറ്റാണ്, നിങ്ങളൊന്നും പഠിക്കാത്ത ആളുകളായതുകൊണ്ടാണ് നിങ്ങൾ പറയുന്നത്, എനിക്കിതെല്ലാം അറിയാം,
അതുകൊണ്ട് ഇത് തെറ്റ് എന്ന് പറയേണ്ടയാൾ അവർ പറഞ്ഞു ഞാൻ എടുത്തു എന്ന ന്യായമാണ് ഒരു മുഖ്യമന്ത്രി പറയേണ്ടത്. പിന്നെ അദ്ദേഹത്തിന്റെ പ്രസ്താവന മുഖ്യമന്ത്രി എന്ന സ്ഥാനത്തിന് ചേരുന്നതല്ല. കാര്യങ്ങൾ പറയുമ്പോൾ ആധികാരികത ഉറപ്പുവരുത്താനുള്ള പ്രാഥമികമായ ഉത്തരവാദിത്തം ഒരു ഭരണാധികാരി എന്ന നിലയിൽ അദ്ദേഹം കാണിക്കേണ്ടതുണ്ട്.